എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാര് അവരാണെങ്കിൽ ആ വൈറ്റ് സെറ്റ്സിന്റെ മുൻപിൽ അങ്ങനെ പെട്ട് നിൽക്കുകയാണ്. സാറയ്ക്കാണെങ്കിൽ അതിനെ കണ്ട് പേടിയുണ്ട്. പക്ഷേ അവൾ പേടി മറച്ചു വെച്ച് ഇപ്പോ കൊനാമാരുവിനോട് ചോദിക്കും, ഇതല്ലേ വൈറ്റ് സെറ്റ്സു? ഓർത്ത് നിഞ്ചാവാറില് ഇതല്ലേ നമ്മുടെ ഗ്രാമത്തെ അറ്റാക്ക് ചെയ്തേ? അതിന് കൊനാമാരു പറയും, അതെ, ഫോർത്ത് നിഞ്ചാവാറോട് കൂടെ ഇവറ്റകൾ നശിച്ചു എന്നാണ് ഞങ്ങൾ എല്ലാവരും കരുതിയത്. പക്ഷെ ഇതിപ്പോഴും ബാക്കിയുണ്ടെന്നുള്ള സത്യം ഇപ്പോഴാണ് ഞങ്ങൾ അറിയുന്നത്. അവരത് സംസാരിച്ച് നിൽക്കുമ്പോഴേക്കും ആ വൈറ്റ് സെറ്റ്സു അത് നമ്മുടെ ആൾക്കാരുടെ അടുത്തേക്ക് അങ്ങനെ അടുത്തടുത്ത് വരികയാണ്. 2-3 വൈറ്റ് സെറ്റ്സുകള് അങ്ങനെ ഒന്നായി കമ്പൈൻ ചെയ്താണ് അത് നിൽക്കുക. നമ്മുടെ ആൾക്കാരെ എന്തെങ്കിലും ചെയ്യുമ്പോഴേക്കും അതാണെങ്കിൽ ഇപ്പൊ ലൈറ്റ്നിങ് പവർ ഉപയോഗിച്ച് അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. കൊനഹമാരു നിലവിളിച്ച് പറയും, ബൊറൂട്ടോ ഓടിക്കോ, അവറ്റകൾ നമ്മുടെ തൊട്ടു പിന്നാലെ തന്നെ ഉണ്ട്. കൊനഹമാരു ആണെങ്കിൽ അതിനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കും. നമ്മുടെ പിള്ളേർ സെറ്റ് അവരോരോ ഭാഗത്തേക്ക് ചേതറി ഓടും. ലൈറ്റ്നിങ് പവർ, വിൻഡ് പവർ, അങ്ങനെ ഒരുപാട് പവറുകൾ ഉപയോഗിച്ച് അത് നമ്മുടെ ആൾക്കാരെ അറ്റാക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. അതിനുശേഷം ബൊറൂട്ടോടെ പിന്നാലെ ഓടി ഓടി അവനെ പിടിക്കാനായിട്ട് അവന്റെ തൊട്ടടുത്തേക്ക് വരാണ്. കൊനഹമാരു ഉടനെ അവിടേക്ക് ചാടി വീണ് അവന്റെ സ്ക്വാഡ് ഉപയോഗിച്ച് ഇപ്പൊ വൈറ്റ് സെറ്റ്സുമായിട്ട് ഫൈറ്റ് ചെയ്യും. പക്ഷെ വൈറ്റ് സെറ്റ്സുവിന്റെ പവർ അത് ഭയങ്കര കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കൊനഹമാരുവിന് അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാനാവില്ല. ആരുടെ ആണെങ്കിൽ ഷുരിങ്കൻസ് എടുത്ത് ആ വൈറ്റ് സെറ്റ്സുവിന്റെ ബോഡിയിലേക്ക് വലിച്ചെറിയും. പക്ഷെ വൈറ്റ് സെറ്റ്സുവിന് അവൻ അപ്പോഴും യാതൊരു ഭാവവ്യത്യാസവും ഉണ്ടാവില്ല. ഉടനെ ബൊറൂട്ടോ അവനങ്ങനെ എടുത്തു ചാടി ആ ഒരു കത്തി അങ്ങനെ ചവിട്ടി ഇറക്കും. പക്ഷെ അപ്പോഴും വൈറ്റ് സെറ്റ്സ് ഒരു കുലുക്കവും ഇല്ലാതെ ബൊറൂട്ടോയെ അങ്ങനെ പിടിച്ച് വലിച്ച് കറക്കി നിലത്തടിക്കും. അപ്പോഴായിരിക്കും ബൊറൂട്ടോയ്ക്ക് ഡോക്ടർ കൊടുത്ത ആ ഒരു ഡിവൈസിന്റെ കാര്യം ഓർമ്മ വരിക. അവൻ പെട്ടെന്ന് തന്നെ അത് കയ്യിലെടുക്കും. ബൊറൂട്ടോ ആണെങ്കിൽ ആ ഡിവൈസ് ഓപ്പൺ ചെയ്ത് അതിന്റെ നേർക്ക് വലിച്ചെറിയും. എന്തോ ഒരു ലൈറ്റ് അത് അതിന്റെ ബോഡിയിൽ പെട്ട ഉടനെ ഒരുപാട് വേദനയില് അത് നിലവിളിക്കാൻ തുടങ്ങും. വൈറ്റ് സെറ്റ്സ് കൊനഹമാരുവിന്റെ കയ്യിൽ ആഞ്ഞു വെട്ടി ഇപ്പൊ അവിടുന്ന് പേടിച്ച് തിരികെ ഓടും. ചോര തുളുമ്പി കൊനഹമാരു അവൻ താഴേക്ക് വീഴും. അത് കണ്ട് മീറ്റ്സുക അവനെ എഴുന്നേപ്പിച്ചിരുത്തി അവന്റെ കയ്യില് ബാൻഡേജ് ഒക്കെ വെച്ച് കെട്ടും. മീറ്റ്സുക പറയും, ഇതാണ് സാക്ഷാൽ വൈറ്റ് സെറ്റ്സു. ഇത് കാഗുയെ ക്രിയേറ്റ് ചെയ്ത ഒരു പ്രത്യേക ക്രീച്ചറാണ്. ഫോർത്ത് നിഞ്ച വാറിൽ വൈറ്റ് സെറ്റ്സുവിന്റെ ഫോഴ്സാണ് നമ്മൾ അറ്റാക്ക് ചെയ്തത്. അന്ന് ഇവറ്റകളെല്ലാം വാറിന് ശേഷം നശിക്കപ്പെട്ടു എന്നാണ് ഞങ്ങൾ കരുതിയത്. പക്ഷേ ഇവറ്റകൾ ഇപ്പോഴും ഓരോ ഗ്രാമത്തിന്റെ കോണുകളിൽ ഉണ്ടെന്നറിഞ്ഞപ്പോ എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്ത അല്പസമയം കഴിയുമ്പോൾ നമ്മുടെ ആൾക്കാര് അവരാ വൈറ്റ് സെറ്റ്സ് പോയ അതേ വഴിയിലേക്ക് പോവും. അപ്പൊ അവര് കാണും ആ ഡയമണ്ട് ട്രീ ക്രിയേറ്റ് ചെയ്തിരുന്ന ആ ഫ്ലവർ അതാകെ കരിഞ്ഞ് ഒരു മൂലക്കിരിക്കുകയാണ്. ഉടനെ കൊനഹമാരു വൈറ്റ് സെറ്റ്സുവിന്റെ ഇത്തരത്തിലുള്ള രൂപം ഞാൻ ആദ്യമായിട്ടാണ് കാണുന്നത്. മീറ്റ്സിക്ക് മുൻപോട്ട് നടന്ന് താഴേക്ക് നോക്കും. അപ്പൊ അവിടെയും എന്തോ ഒരു വലിയ ഹൈഡൌട്ട് അവൻ കാണും. ഒരുപക്ഷെ ഇനിയും ഒരുപാട് വൈറ്റ് സെറ്റ്സുകള് ആ ഹൈഡൌട്ടിലുണ്ടാവും. നമുക്ക് അവിടേക്ക് പോയി നോക്കിയാലോ എന്ന് മീറ്റ്സിക്ക് ചോദിക്കും. പക്ഷെ ബൊറൂട്ടോയ്ക്കാണെങ്കിൽ നല്ല പേടിയുണ്ട്. ഉടനെ ബൊറൂട്ടോ അവൻ തറപ്പിച്ചു പറയും, എന്തൊക്കെ സംഭവിച്ചാലും ഈ വൈറ്റ് സെറ്റ്സുവിനെ നമുക്ക് നശിപ്പിക്കണം. ഇനി ഇവറ്റകൾ ഒരു കാരണവശാലും ആരെയും ഒന്നും ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞ് അവര് താഴേക്ക് പോവാൻ തയ്യാറാവാണ്. ഉടനെ കൊനഹമാരു ആളിപ്പോ ബൊറൂട്ടോടെ കൈ പിടിച്ച് പറയും, ഒരു കാരണവശാലും നീ ഇതില് ഇടപെടാൻ പാടില്ല. അവറ്റകൾ അവിടെ എത്രണ്ണം ഉണ്ട്, എന്താ ചെയ്യാ എന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. നിങ്ങളെ കൊണ്ട് ഇത് ഹാൻഡിൽ ചെയ്യാനാവില്ല. സോ ഞാൻ ഒറ്റയ്ക്ക് അവിടേക്ക് പോവാന്ന് പറഞ്ഞ് കൊനഹമാരു ആണെങ്കിൽ അവിടേക്ക് പോകാൻ ശ്രമിക്കും. എനിക്ക് ഒരേ സമയം ഫൈറ്റ് ചെയ്യാനും നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യാനും കഴിയില്ല. സോ നിങ്ങൾ എത്രയും പെട്ടെന്ന് ഗ്രാമത്തിലേക്ക് തിരികെ പോകണം. ഈ ഒരു പ്രോബ്ലം അത് സോൾവ് ചെയ്യാൻ ഒരു ജുനീനെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇതെന്റെ ഓർഡറാണ്. അതിന് ബൊറൂട്ടോ അവൻ ടെൻഷനാവും. എന്നെ കൊണ്ട് പറ്റില്ല, ഒരു കാരണവശാലും ബിഗ് ബ്രദർ കൊനഹമാരുവിനെ വിട്ട് ഞാൻ എവിടേക്കും പോവില്ല. നിന്റെ കൂടെ തന്നെ ഞാനും ഉണ്ടാവും. നമുക്ക് ഒരുമിച്ച് അതിനെ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കണം. അതിന് കൊനഹമാരു, ഒരു കാരണവശാലും ഞാൻ പറയുന്നതിനപ്പുറം നിങ്ങൾ പ്രവർത്തിക്കാൻ പാടില്ല. ഫോർത്ത് ഗ്രേറ്റ് നിഞ്ച വാറിനെ കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയോ? ദയവ് ചെയ്ത് ഞാൻ പറയുന്നത് ഇപ്പൊ നിങ്ങൾ കേൾക്കണം. ഇവിടെ നിന്ന് തിരികെ പോകണം. നിങ്ങൾക്ക് നല്ല സ്ട്രെങ്ത് ഉണ്ട്, പവറുണ്ട്, ഒക്കെ ഉണ്ട്. പക്ഷേ ട്രെയിനിങ് എടുത്ത് അതൊക്കെ ഡെവലപ്പായി മെച്ചറായി ഒരു ജുനിയനായതിനു ശേഷം മാത്രമേ ഇത്തരത്തിലുള്ള വലിയ വലിയ കാര്യങ്ങളിൽ നിങ്ങൾ ഇടപെടാൻ പാടുള്ളൂ. നിങ്ങളാണ് അടുത്ത ഫ്യൂച്ചർ തലമുറ. നമ്മുടെ ഗ്രാമത്തെ പ്രൊട്ടക്ട് ചെയ്യേണ്ടതും നിങ്ങൾ തന്നെയാണ്. സോ ഇത്രയും ചെറുപ്പത്തിൽ തന്നെ നിങ്ങളുടെ ലൈഫ് അത് സ്പോയിൽ ആവാൻ ഞാൻ അനുവദിക്കില്ല. സോ ഞാൻ പറയുന്നത് കേൾക്ക്. നിങ്ങൾ 3 പേരും ഇപ്പൊ തിരികെ പോണെന്ന് പറഞ്ഞ് കൊനഹമാരു ആളിപ്പോ ആ ബേസ്മെന്റിനെ ലക്ഷ്യമാക്കി അങ്ങനെ നടന്നു പോവാണ്. ഉടനെ സാരട അവളിപ്പോ കൊനഹമാരുവെ വിളിക്കും. അതിനുശേഷം ആളെ നോക്കി ചിരിക്കും. മാസ്റ്റർ, നിങ്ങൾ ബൊറൂട്ടോട് പറഞ്ഞ കാര്യങ്ങള് ഞങ്ങൾ കേട്ടു. പക്ഷെ ഇത്തവണ ഉറപ്പായിട്ടും ഞങ്ങളുടെ സഹായം നിങ്ങൾക്ക് കൂടിയേ തീരൂ. നമ്മളെല്ലാവരും ഒരുമിച്ച് തന്നെ വൈറ്റ് സെറ്റ്സുവിനെ
നേരിടണം. അത് കേട്ട് കൊനഹമാരു ഷോക്കാവും. സാറടാ, ഇത് നീയാണോ പറയണേ? സാറട വീണ്ടും പറയും, ഇൻ കേസ് ഞങ്ങൾ തിരികെ പോവാണെങ്കിൽ എനിമീസ് എവിടെയൊക്കെയാണ് ഒളിഞ്ഞിരിക്കുന്നതെന്ന് പറയാൻ കഴിയില്ല. ഞങ്ങൾ പോകുന്ന സമയത്ത് അവറ്റകൾക്ക് ഞങ്ങളെ അറ്റാക്ക് ചെയ്യാൻ കഴിയും. സോ മാസ്റ്റർ എപ്പോഴും ഒരു പ്രൊട്ടക്ഷനായി ഞങ്ങളുടെ കൂടെ വേണം. മാസ്റ്ററിനൊരു ബാക്കപ്പായി ഞങ്ങളും മാസ്റ്ററുടെ കൂടെ തന്നെ ഉണ്ടാവും. അത് കേട്ട് വേറെ വഴിയില്ലാത്ത കൊനഹമാരു ഇപ്പൊ അവരെയും കൂടെ കൂട്ടുകയാണ്. കൊനഹമാരു പറയും, എനിക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു സ്ട്രാറ്റജി ഉണ്ട്. അത് വിട്ട് ആരും ഒന്നും ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്ത ഇവിടെ ആ വൈറ്റ് സെറ്റ്സു അവനാണെങ്കിൽ അവന്റെ ബോഡിയിൽ പറ്റിയ പരുക്ക് ഹീൽ ചെയ്യാണ്. ഉടനെ നമ്മുടെ ആൾക്കാര് ഇപ്പൊ ഒരുപാട് പേപ്പർ ബോംബ് അവിടേക്ക് വലിച്ചെറിയും. അത് പൊട്ടിത്തെറിച്ച് വൈറ്റ് സെറ്റ്സും അവിടുന്ന് ചാടി എഴുന്നേക്കും. ഉടനെ കൊനഹമാരു ആളിപ്പോ സാറടയോട് അവളുടെ ശരീരം കണ്ണുവെച്ച് അവനെ ചെക്ക് ചെയ്യാൻ പറയും. ഫയർ സ്റ്റൈല്, ലൈറ്റ്നിങ് സ്റ്റൈല്, വിൻഡ് സ്റ്റൈല്, അത് മൂന്നും കമ്പൈൻ ചെയ്ത് അറ്റാക്ക് ചെയ്യാൻ അത് ഓടി ഓടി വരാണ്. മീറ്റ്സിക്ക് പറയും, ലൈറ്റ്നിങ് സ്റ്റൈലിന്റെ കാര്യം അത് ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞ് അവന്റെ പവറൊക്കെ എടുത്ത് ഇപ്പൊ അറ്റാക്ക് ചെയ്യാൻ തയ്യാറാവും. അടുത്തതായിട്ട് ബൊറൂട്ടോ അവനാണെങ്കിൽ അവന്റെ പവർ ഉപയോഗിച്ച് ആ വിൻഡ് സ്റ്റൈലിനെ പ്രതിരോധിക്കുകയാണ്. അവസാനമായിട്ട് ആ ഫയർ സ്റ്റൈല് അതിനെ കൊനഹമാരുവും ഈസി ആയിട്ട് തടയും. വൈറ്റ് സെറ്റ്സുവിന് അവന്റെ കൺട്രോൾ പോവും. അത് വീണ്ടും ഫുൾ കലിപ്പില് നമ്മുടെ ആൾക്കാർ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങും. ഉടനെ ബൊറൂട്ടോ അവൻ ചാടി വീണ് അവന്റെ പവർ ഉപയോഗിച്ച് ഇപ്പൊ വൈറ്റ് സെറ്റ്സുവിനെ സൈഡിൽ ശബ്ദം ഉണ്ടാക്കി വെട്ടിത്തിരിപ്പിച്ച് അങ്ങനെ ദശ തിരിപ്പിക്കുകയാണ്. കൊനഹമാരു നിലവിളിച്ചു പറയും, ബൊറൂട്ടോ അങ്ങനെ തന്നെ അവന് ഒരു കാരണവശാലും ഒരു ഭാഗത്തേക്ക് തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ സമ്മതിക്കരുത്. ഓരോ ഭാഗത്തേക്ക് അവനെ ദശ തിരിപ്പിക്കണം. മീറ്റ്സിയൊക്കെയാണെങ്കിൽ ഇപ്പൊ കൊനഹമാരുവിന്റെ ഐഡിയ അത് ഭയങ്കരമായിട്ട് ഇഷ്ടാവും. വാവ്, ശരിക്കും മാസ്റ്ററിന്റെ ഈ ഒരു പ്ലാന് അത് അടിപൊളിയാണ്. ബൊറൂട്ടോ ഒരു സെക്കൻഡ് ആ വൈറ്റ് സെറ്റ്സുവിനെ നോക്കും. അപ്പോ കൊനഹമാരു പറഞ്ഞ കാര്യം അവന് ഓർമ്മ വരും. ഒരു കാരണവശാലും എന്റെ നിർദ്ദേശം അനുസരിക്കാതെ ഒന്നും ചെയ്യാൻ പാടില്ല. കട്ട് ചെയ്താ ഇപ്പൊ ബൊറൂട്ടോ എന്തൊക്കെയാണെങ്കിലും എന്റെ പവർ എന്താണെന്ന് ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. ബൊറൂട്ടോ ലൈറ്റ്നിങ് പവറുള്ള ഒരു ഷുരീങ്കനെടുത്ത് ഇപ്പൊ വൈറ്റ് സെറ്റ്സുവിന്റെ മുതുകിൽ തന്നെ കൊത്തി ഇറക്കും. പക്ഷെ വൈറ്റ് സെറ്റ്സുവിനാണെങ്കിൽ പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കില്ല. അവൻ അങ്ങനെയും ബൊറൂട്ടോയെ പിടിച്ചു വലിച്ച് ദൂരേക്ക് ചവിട്ടി തെറിപ്പിക്കും. വൈറ്റ് സെറ്റ്സു ബൊറൂട്ടോയെ വിടില്ല. അവന്റെ ബോഡിയിലെ പവർ അത് അബ്സോർബ് ചെയ്തെടുത്ത് കൊനഹമാരുവിന് നേരെ ഫയർ സ്റ്റൈൽ ഉപയോഗിക്കുകയാണ്. മീറ്റ്സിക ആണെങ്കിൽ അവന്റെ പവർ വെച്ച് വൈറ്റ് സെറ്റ്സുവിന്റെ കൈ അതങ്ങനെ ഹോൾഡ് ചെയ്ത് വലിക്കും. വേറെ വഴിയില്ലാത്ത കൊനഹമാരു അവനിപ്പോ റെസ്റ്റൻ ഗൺ പവർ എടുത്ത് വൈറ്റ് സെറ്റ്സുവിന്റെ തലയ്ക്ക് തന്നെ ഒരൊറ്റ അടി. ആ ഒരു അടിയില് അത് കറങ്ങി അടിച്ചു വീഴും. പിന്നെ അതിന് അനക്കം ഉണ്ടാവില്ല. ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ എന്താ പറയണ്ടേന്നറിയാതെ കൊനഹമാരുവിന്റെ മുൻപില് അങ്ങനെ തല താഴ്ത്തി നിൽക്കുകയാണ്. ഉടനെ കൊനഹമാരു ആളിപ്പോ അവനെ ആശ്വസിപ്പിച്ച് വീണ്ടും അവര് മുൻപോട്ട് പോവും. അപ്പൊ അവര് കാണും ഫോർത്ത് നിഞ്ച വാറില് എങ്ങനെയാ വൈറ്റ് സെറ്റ്സുകൾ തൂങ്ങിക്കിടന്നോ അതുപോലെ തന്നെ ഒരുപാട് വൈറ്റ് സെറ്റ്സുകള് അവറ്റകൾ ഇങ്ങനെ പ്യൂപ്പയെ പോലെ തൂങ്ങിക്കിടക്കുകയാണ്. അപ്പൊ പെട്ടെന്ന് അതിൽ നിന്ന് ഒരു കെട്ട് ഇപ്പൊ താഴേക്ക് വീണ് ഇപ്പൊ പതിയെ ഡീകമ്പോസ് ആവാൻ തുടങ്ങും. സാറടയ്ക്കാണെങ്കിൽ അവളുടെ പേടി കൂടും. ഇനി ഒരു പക്ഷേ ഇവറ്റകൾ വീണ്ടും തിരികെ വരുമോ? അവര് വീണ്ടും മുൻപോട്ട് നടക്കുമ്പോ ഇപ്പൊ ചെറിയൊരു പാത്ത് കാണും. കൊനഹമാരു അവനാണെങ്കിൽ ഇപ്പൊ റെസ്റ്റൻ ഗൺ പവർ വെച്ച് ആ ഒരു സ്ഥലം തകർക്കും. അപ്പോഴായിരിക്കും അവർ ശ്രദ്ധിക്കുക അവിടെ മറ്റൊരു വൈറ്റ് സെറ്റ്സ് ഉണ്ടായിരുന്നു. അവന്റെ തൊട്ടു പുറകില് അമത്തറാസ് ഫയർ അതങ്ങനെ കത്തി എരിയാണ്. അവിടെ മുഴുവനാണെങ്കിൽ അമത്തറാസ് ഫയർ അതങ്ങനെ കത്തുകയാണ്. കൊനഹമാരു പറയും, ഇതാണ് അമത്തറാസ് ഫയർ. ആരും ഒരു കാരണവശാലും ഇതിൽ ടച്ച് ചെയ്യാൻ പാടില്ല. ഈ ഫയർ അത് ഒരേ ഒരാൾക്ക് മാത്രമേ ക്രിയേറ്റ് ചെയ്യാൻ കഴിയൂ. അത് സാക്ഷാൽ സാസുവയ്ക്കാണ്. ആളിവിടെ എവിടെയോ ഉണ്ട്. ആ വൈറ്റ് സെറ്റ്സു അത് പുറത്തേക്ക് വന്നത് സാസുകയെ കണ്ട് പേടിച്ചാണ്. ഇവിടെ ഉണ്ടായിരുന്ന വൈറ്റ് സെറ്റ്സുകളെ എല്ലാം തന്നെ സാസുക കത്തി എരിയിച്ചു കഴിഞ്ഞു. ആക്ച്വലി സാസുക അദ്ദേഹം ഇപ്പോ ഒരു ടോപ്പ് സീക്രട്ട് മിഷനിലാണ്. കാഗുയ ക്ലാനിനെ കുറിച്ച് റിസർച്ച് ചെയ്യുകയാണ് അവന്റെ മിഷൻ. അദ്ദേഹം ആ ഒരു ഇൻവെസ്റ്റിഗേഷന്റെ ഭാഗമായിട്ടാണ് ഇവറ്റകളെ മുഴുവൻ നശിപ്പിച്ചത്. സാസുവയ്ക്ക് ഷെരീങ്ങ കണ്ണു മാത്രമല്ല റെനീങ്ങ കണ്ണിന്റെ പവറും ഉണ്ട്. അതുപയോഗിച്ച് തന്നെ നിമിഷ നേരങ്ങൾ കൊണ്ട് അദ്ദേഹം ഇവിടുന്ന് പോയിട്ടുണ്ടാവും. നമ്മുടെ 7th ഹോക്കാഗയുടെ സെയിം പവർ തന്നെയാണ് സാസുക ഉച്ചയ്ക്ക്. ഹിഡൻ ലീഫ് വില്ലേജിനെ ഒരു നിഴല് പോലെ പ്രൊട്ടക്ട് ചെയ്യുന്ന ഒരു സുപ്രീം നിഞ്ചയാണ് സാസുക. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ആ വൈറ്റ് സെറ്റ്സുവിന്റെ ബോഡികൾ അതെല്ലാം തന്നെ ഇപ്പൊ ലീഫ് വില്ലേജിലേക്ക് റിക്കവർ ചെയ്ത് കൊണ്ടുവരും. ഉടനെ നറൂട്ടോ പറയും, കൊനഹമാരു താങ്ക് യു സോ മച്ച്. നീയാണ് എന്റെ കുട്ടികളെ പ്രൊട്ടക്ട് ചെയ്തത്. സാസുകയും നീയും ചേർന്ന് ആ വൈറ്റ് സെറ്റ്സുകളെയും ഇല്ലാതാക്കി. അതിന് കൊനഹമാരു പറയും അയ്യോ ഇല്ല
ഞങ്ങൾ എല്ലാവരും ചേർന്ന് ഒരേ ഒരു വൈറ്റ് സെറ്റ്സുവിനെ മാത്രമാണ് ഇല്ലാതാക്കിയത്. ബാക്കിയുള്ളവയെല്ലാം തന്നെ തകർത്ത് കളഞ്ഞത് സാക്ഷാൽ സാസുകയാണ്. വീണ്ടും പഴയതുപോലെ വലിയൊരു യുദ്ധം ഉണ്ടാവാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അവരിപ്പോ ഒരുപക്ഷെ വീണ്ടും വൈറ്റ് സെറ്റ്സു ടീമിനെ ആരൊക്കെയോ ചേർന്ന് ക്രിയേറ്റ് ചെയ്യുന്നുണ്ടാവണം. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഇവിടെ ബൊറൂട്ടോ അവനാണെങ്കിൽ ആ സയന്റിഫിക് നിഞ്ച ടൂള് അത് കയ്യിലെടുത്ത് വെച്ച് അത് നോക്കി നിൽക്കുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.